ഇടുക്കിയിലെ അനധികൃത നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ദേവികുളം സബ് കളക്ടർ രേണുരാജിനെ അവഹേളിച്ച എസ് രാജേന്ദ്രൻ MLA കണക്കിന് പരിഹസിച്ച അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് എ ജയശങ്കർ രംഗത്ത്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെയായിരുന്നു ജയശങ്കറും MLAയും തമ്മിൽ ഏറ്റുമുട്ടിയത്. ചർച്ചയുടെ ഒരു വേളയിൽ തന്നോട് മാന്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞ MLAയോട് ഞാൻ നിങ്ങളെപ്പോലെ പഠിച്ച പണ്ഡിതനല്ല എന്ന ജയശങ്കറിന്റെ മറുപടി അവതാരകനിലും ചിരി പടർത്തി. കേരളത്തിലെ മിടുക്കരായ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും തനിക്ക് ഒരു അപേക്ഷയേ ഉള്ളുവെന്നും അത് അവരാരും തന്നെ സിവിൽ സർവീസിന് പോകരുത് എന്നുമാണ് ജയശങ്കർ പറഞ്ഞത്. കാരണം രാജേന്ദ്രനെയും മണിയാശാനെയും പോലുള്ള അതിപ്രതിഭകളുടെ വായിലിരിക്കുന്ന തെറി കേൾക്കേണ്ടി വരും എന്നതുകൊണ്ടാണെന്നും ജയശങ്കർ പരിഹസിച്ചു. ഇതിൽ പ്രകോപിതനായിരുന്നു രാജേന്ദ്രന്റെ മാന്യതാ പരാമർശം. അതിന് ജയശങ്കർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ രാജേന്ദ്ര, ഒന്ന് മിണ്ടാതിരിക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് നിങ്ങളുടെ അത്ര മാന്യതയൊന്നുമില്ല. ഞാനൊരു തല്ലിപ്പൊളിയാണ്, ഗുണ്ടായിസം നടത്തുന്ന ആളാണ്. തല്ലിപ്പൊളിയായ ജയശങ്കർ പറയുന്നു, അദ്ദേഹത്തെ പോലുള്ള മാന്യന്മാരുടെ വായിലിരിക്കുന്നത് കേൾക്കാനായിട്ട് പെൺകുട്ടികളോ ആൺകുട്ടികളോ സിവിൽ സർവീസിന് പോകരുത്. നേരത്തെ നമ്മുടെ ശ്രീറാം വെങ്കിട്ടറാമനുണ്ടായ അനുഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മണിയാശാനെ പോലുള്ള മന്ത്രിമാരുടെ വായിലിരിക്കുന്നത് നമ്മൾ കേട്ടല്ലോ. സ്ത്രീ ശാക്തീകരണം എന്താണ്? തൊഴിലുറപ്പുകാരല്ലാതെ ഇടുക്കി ജില്ലയിൽ നിന്ന് വനിതാ മതിലിന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? തൊഴിലുറപ്പുകാർ വന്നു, കുടുംബശ്രീക്കാർ വന്നു. അവരെന്താ വന്നത്? അവരുടെ അന്നത്തെ കൂലി പോകും എന്ന ഭയം കൊണ്ട് വന്നതാണ്. അല്ലാതെ വനിതാ മതിലിന് വല്ല കഥയുമുണ്ടോ? ജനുവരി 1-ാം തീയതി വനിതാ മതിൽ നടത്തി. 2-ന് പുലർച്ചെ സ്ത്രീകൾ ശബരിമലയിൽ കയറി. അതോടുകൂടി നവോത്ഥാനം അവസാനിച്ചു. ഇനി എന്തു നവോത്ഥാനം? ഇത്തരത്തിലായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണം. അതേസമയം സബ് കളക്ടർ രേണുരാജിനോട് അപമര്യാദയായി സംസാരിച്ച സംഭവത്തിൽ എസ് രാജേന്ദ്രൻ MLA രൂക്ഷമായി വിമർശിച്ച നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലും പ്രതികരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്റെ സഹപ്രവർത്തകയായിരുന്ന രേണുരാജിന്റെ ബുദ്ധി അളക്കാൻ തൽക്കാലം എസ് രാജേന്ദ്രൻ പോരാ എന്ന അഭിപ്രായം രേഖപ്പെടുത്തി നെൽസൺ ജോസഫ് എന്ന ആൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഏറെ ചർച്ചയാവുകയും ചെയ്തു. 5 വർഷം മുൻപ് സിവിൽ സർവീസ് പരീക്ഷയിലെ 2-ാം റാങ്കുകാരിയായ രേണുരാജിന്റെ നേട്ടം മലയാളികൾ ഒന്നടങ്കം ആഘോഷിച്ചതാണ്. എന്നാൽ ഇന്ന് മൂന്നാറിലെ പുഴയോരം കയ്യേറിയുള്ള പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണം പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനെ തുടർന്ന് MLA എസ് രാജേന്ദ്രൻ വിമർശിച്ച രേണുരാജിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം വായിച്ച് പഠിക്കേണ്ടേ? അവൾ ബുദ്ധിയില്ലാത്തവൾ, ഏതാണ്ട് IAS കിട്ടിയെന്ന് പറഞ്ഞ് കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു. കളക്ടറാകാൻ വേണ്ടി മാത്രം പഠിച്ച കളക്ടറായവർക്ക് ഇത്ര മാത്രമേ ബുദ്ധി ഉണ്ടാകൂ എന്ന പുച്ഛഭാവത്തോടെയുള്ള MLAയുടെ വാക്കുകൾ കേട്ടവർ സാധാരണ കുടുംബത്തിൽ നിന്ന് പഠിച്ച് ഗവൺമെൻറ് കോളേജിൽ കയറാനുള്ള റാങ്ക് നേടി അതിനുശേഷം ഡോക്ടറായി അവിടെ നിന്ന് പഠിച്ച് IAS നേടിയ ഒരാളുടെ ബുദ്ധി മനസ്സിലാക്കണമെന്നും അതളക്കാൻ തൽക്കാലം താങ്കൾ പോരാ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ നെൽസൺ ജോസഫ് കുറിച്ചിരുന്നു. ഇത് ഏറെ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.